അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നല്ല ഉഷാറായിട്ട് അസലാമൊക്കെ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, മിടുക്കന. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് നമ്മുടെ അറബി അക്ഷരങ്ങളല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട്? 28. ഇനി അതിനകത്ത് നമുക്ക് എളുപ്പം പഠിക്കാവുന്ന 15 അക്ഷരങ്ങളുണ്ട്. എത്ര അക്ഷരങ്ങളാ? 15 അക്ഷരങ്ങൾ. അക്ഷരം വെച്ച് കുറേ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് പതിയും. മനസ്സിലായോ? ആ എളുപ്പമുള്ള അക്ഷരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ഒന്നാമത്തെ അക്ഷരം നോക്കാം. ആദ്യത്തെ മലയാളം എഴുതിക്കണ്ടോ? അറബി. അതിൻ്റെ അവിടെ മലയാളത്തിൽ എഴുതിയേക്കുന്നത് അറബി 28 അക്ഷരങ്ങളിൽ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന 15 അക്ഷരങ്ങൾ. എത്ര അക്ഷരങ്ങളാ? 15. ഒന്നാമത്തെ അക്ഷരം എന്താ? ആ. രണ്ടാമത്തതോ? ബ. 3 ത. ജ. ദ. റ. പിന്നെ സ. ഷ. ക. ല. മ. ന. വ. ഹ. യ. മാഷാ അല്ലാഹ്. അപ്പം 15 അക്ഷരം ആയില്ലേ? ഈ 15 അക്ഷരം നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം? ഫത്താഹിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഫത്താഹും കിസ്റും നമുക്ക് പിന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാ അക്ഷരങ്ങൾക്കും എന്താ കിടക്കുന്നത്? ഫത്താഹ് മാത്രം. എന്താ കിടക്കുന്നത്? ഫത്താഹ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം നമുക്കറിയാമല്ലോ 15 അക്ഷരങ്ങൾ അല്ലേ? അപ്പം ഇതിനെന്ത് ചെയ്യാം? ഈ 15 അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം കേട്ടാ. അപ്പം നമുക്കിന്ന് മുത്തുനബിയുടെ ഒരു പാട്ട് പാടാം അല്ലേ? മുത്തുനബിയുടെ പാട്ടൊന്ന് പാടി. ഏതാണ് മുത്തുനബിയുടെ പാട്ട്? പേരെന്ത്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുല്ലാ, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അല്ലാഹുവിൻ്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ. ഒന്നുകൂടെ പാടിയ മോനെ നമുക്ക്. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുല്ലാ, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അല്ലാഹുവിൻ്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ അല്ലേ? ഒരു പാട്ട് കൂടെ നമുക്ക് നോക്കാം അല്ലേ? അത് ഉമ്മയും ഉപ്പയും. അതേക്കുറിച്ചാണ്. ഉമ്മയും ഉപ്പ. എപ്പോഴും നമ്മൾ ഈ പാട്ടൊക്കെ ഓർമ്മ വേണം കേട്ടോ. പാട്ടൊക്കെ പഠിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല ഓർമ്മശക്തി ഉണ്ടാവും. കാരണം എന്താ, ഈ പാട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ഓടിയെത്തും പഠിച്ച കാര്യങ്ങൾ അല്ലേ? എന്നുടെ ഉമ്മ പൊന്നുമ്മ, മുത്തം നൽകും പൊന്നുമ്മ. എന്നോടിഷ്ടം കൂടിയിടും, പാലും പഴവും തന്നിടും. എന്നുടെ ഉപ്പ പൊന്നുപ്പ, മുത്തം നൽകും പൊന്നുപ്പ. എന്നോടിഷ്ടം കൂടിയിടും, എല്ലാം വാങ്ങി തന്നിടും. എന്നുപ്പാക്കും ഉമ്മാക്കും ഗുണമേകിടണേ യാ അല്ലാ. നമുക്കൊന്നുകൂടെ പാടാം അല്ലേ? ഒന്ന് പാടിക്കാൻ ഉറച്ചു പാടണം കേട്ടാ. എന്നുടെ ഉമ്മ പൊന്നുമ്മ, മുത്തം നൽകും പൊന്നുമ്മ. എന്നോടിഷ്ടം കൂടിയിടും, പാലും പഴവും തന്നിടും. എന്നുടെ ഉപ്പ പൊന്നുപ്പ, മുത്തം നൽകും പൊന്നുപ്പ. എന്നോടിഷ്ടം കൂടിയിടും, എല്ലാം വാങ്ങി തന്നിടും. എന്നുപ്പാക്കും ഉമ്മാക്കും ഗുണമേകിടണേ യാ അല്ലാ. മാഷാ അല്ലാ. ഒരു ദുആ വാപ്പായ്ക്കും ഉമ്മായ്ക്കും വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ? നമ്മളിപ്പോൾ ഒരു പാട്ട് ആദ്യം പഠിച്ചു. അത് ഏത് പാട്ടാണ് പഠിച്ചത്? മുത്തുനബിയുടെ പാട്ട്. ഇനി നമുക്ക് ഉസ്താദിൻ്റെ പാട്ടുണ്ട്, അതേപോലെ ബിസ്മില്ലായുടെ പാട്ടുണ്ട്, പിന്നെ അള്ളാഹുവിനെ കുറിച്ച് വീണ്ടും പാട്ടുണ്ട്, പിന്നെ മദ്രസയെക്കുറിച്ചുണ്ട് പാട്ട് അല്ലേ? ഇനി ഒരുപാട് പാട്ടുകൾ ഈ ചാർട്ടിൽ പഠിക്കാനുണ്ട്. ഇതേപോലെ 100 കണക്കിന് പാട്ടുകൾ നമ്മുടെ ചാർട്ടുകളിലുണ്ട് അല്ലേ? അള്ളാഹു തആല ഇതെല്ലാം പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്ക് നാഫിയ ഇൽമി നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.